ഡെക്കോ ഉറക്കത്തിലാണെന്നായിരുന്നു ബാർസ ആരാധകരുടെ പരാതി. നിങ്ങൾക്ക് ശരിക്കുള്ള ഉറക്കം കാണണമെങ്കിൽ യുണൈറ്റഡിലേക്ക് നോക്കൂ. ഒമർ ബറാഡ, ജേസൺ വിൽകോക്സ്, ക്രിസ്റ്റഫർ വിവൽ നല്ല കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഡെക്കോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡെക്കോയുടെ ഏറ്റവും ആദ്യത്തെ 2 ഗോളുകൾ അല്ലെങ്കിൽ പുള്ളിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, 1 റോഡ്രിയെ സൈൻ ചെയ്യുക, 2 ഹൂലിയൻ അൽവാരസിൻ്റെ ഡീല് നടത്തിയെടുക്കുക. ഇത് രണ്ടുമാണ് ഡെക്കോയുടെ മുന്നിലുള്ള ആദ്യത്തെ 2 ലക്ഷ്യങ്ങൾ. അതിൽ റോഡ്രിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റോഡ്രി ബാർസയിലേക്ക് വരാൻ പോകുന്നു. അതും റയലിൻ്റെ ആ ഒരു ഓഫർ തഴഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ റയലിനെ തഴഞ്ഞുകൊണ്ട് റോഡ്രി ബാർസയിലോട്ട് വരികയാണ്. അതിനുള്ള കാരണക്കാരിൽ ഒരാൾ എന്തുകൊണ്ടും ഡെക്കോ തന്നെയാണ്. പിന്നെ ഹാൻസി ഫ്ലിക്ക് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു റോഡ്രിയെ. അതേപോലെ തന്നെ 7-8 സ്പാനിഷ് നാഷണൽ ടീമിൽ റോഡ്രിയുടെ കൂട്ടത്തിൽ കളിക്കുന്ന ആ ഒരു പ്ലെയേഴ്സ്, ഇവരെല്ലാവരും റോഡ്രിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തു, റോഡ്രിയെ കൺവിൻസ് ചെയ്തു. അപ്പം റയലിനെക്കാളിലും ബാർസയിൽ റോഡ്രി കുറച്ചുകൂടി ഒരു വേണ്ടപ്പെട്ടവൻ എന്നുള്ള ഒരു ഫീല് അത് ബാർസയ്ക്കും ബാർസയിലുള്ള ഇത്തരം ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ, റോഡ്രിക്ക് കൊടുക്കാൻ ബാർസയ്ക്ക് സാധിച്ചു. അങ്ങനെയാണ് റയലിനെ തഴഞ്ഞുകൊണ്ട് റോഡ്രി ബാർസയെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാർസയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഹാൻസി ഫ്ലിക്ക് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് ഹാൻസി ഫ്ലിക്കിൻ്റെ ഫുട്ബോൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു പ്രോഗ്രസീവ്, ഭയങ്കര ഹെവി അറ്റാക്കിംഗ് ഫുട്ബോള് അത് കാണിച്ചാണ് റോഡ്രിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച. ആ ഒരു ഫുട്ബോളിൻ്റെ ഭാഗമാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഫുട്ബോളിൽ റോഡ്രി എന്തുമാത്രം റോഡ്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റോഡ്രി എന്തുമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നുള്ളതൊക്കെ ഹാൻസി ഫ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ടാക്റ്റിക്കലി തന്നെ റോഡ്രി ആ ഒരു മിഡ്ഫീൽഡിൽ, പെഡ്രി, റോഡ്രി, അതേപോലെ തന്നെ ഓൾമോ, ഈ ഒരു മിഡ്ഫീൽഡ് 3 തന്നെ നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മിഡ്ഫീൽഡ് 3 റോഡ്രി വന്നു കഴിയുമ്പോഴത്തേനും ടാക്റ്റിക്കലി ബാർസയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഫുട്ബോളിനെ സംബന്ധിച്ച് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ ഈ ഒരു ബാർസിലോണ എന്ന് പറയുന്നത് ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ബാർസിലോണയാണ്. ഹൈ ഡിഫെൻസീവ് ലൈന്, അത് എപ്പോഴും ഓപ്പോസിഷൻ ഈ ഒരു ഹൈ ഡിഫെൻസീവ് ലൈനിനെ ടാർഗറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഹൈ അഗ്രസീവ് ഫുട്ബോളിനെയും ഹൈ ഡിഫെൻസീവ് ലൈനിനെയൊക്കെ ഓപ്പോസിഷൻ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ കൗണ്ടർ അറ്റാക്ക്, ട്രാൻസിഷനിലൊക്കെ ഗോളുകൾ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീക്ക്നെസ്സിനെ പരിഹരിക്കാൻ തന്നെയാണ് ബാർസലോണ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അവർ സൈൻ ചെയ്തിട്ടുള്ള വിങ്ങേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആന്റണി ഗോർഡൻ ആയാലും അതേപോലെ തന്നെ കരീം എഡിയമയൊക്കെ നോക്കിയാലും, ഇവർ 2 പേരും ഓഫ് ദ ബോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്ന കഠിനാധ്വാനികളായിട്ടുള്ള വിങ്ങേഴ്സാണ്, അല്ലെങ്കിൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സ് വഴി ബോൾ വിൻ ചെയ്ത് ഓപ്പോസിഷൻ്റെ അറ്റാക്കിനെ അവിടെ വെച്ച് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ബാർസലോണ ടാക്റ്റിക്കലി അവരുടെ സൈനിങ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ സൈനിങ് കൊണ്ട് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റോഡ്രിയും കൂടെ ആ ഒരു മിഡ്ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റോഡ്രി ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു രീതി, ഓപ്പോസിഷൻ്റെ ഗെയിമിനെ റീഡ് ചെയ്ത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് പുള്ളി നടത്തുന്ന ഇൻ്റർസെപ്ഷൻസ്, ബ്ലോക്കുകൾ, അല്ലാതെ മരിച്ചു കടന്നുള്ള ടാക്കിൾസ്, ഫൗളുകൾ, ഇതൊന്നും നമുക്ക് റോഡ്രിയുടെ ഗെയിമിൽ കാണാൻ സാധിക്കത്തില്ല. റോഡ്രി കുറേയും കൂടെ സിമ്പിളായിട്ടാണ് ഗെയിം റീഡ് ചെയ്ത് ആ ഒരു ഇൻ്റർസെപ്ഷൻസ്, ബ്ലോക്കുകളൊക്കെ നടത്തി ഡിഫൻസിനെ രക്ഷിക്കുന്നത്, ഒരു സ്ക്രീൻ പോലെ നിന്ന് രക്ഷിക്കുന്നത്. അപ്പം ഇത്തരം ഘടകങ്ങൾ, ഈ വിങ്ങേഴ്സിൻ്റെ ഈ ഒരു കൗണ്ടർ പ്രസ്സിങ് വഴിയുള്ള ആ ഒരു പൊസഷൻ റീഗെയിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, പിന്നെ റോഡ്രിയുടെ ആ ഒരു പ്രസൻസ്, ഇത് ശരിക്കും ബാർസയുടെ ഡിഫൻസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അവർക്ക് വലിയൊരു കവചം കിട്ടിയ പോലാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹാൻസി ഫ്ലിക്കിൻ്റെ ഫുട്ബോളിനെ സംബന്ധിച്ച് അവരുടെ ഈ ഒരു ഡിഫൻസിലുള്ള ഈ ഒരു പ്രശ്നം, ഈ ഒരു ഡിഫൻസീവ് ഹൈലൈൻ എന്ന് പറയുന്ന ആ ഒരു വീക്ക്നെസ്സിനെ പരിഹരിക്കാൻ അവർക്ക് പറ്റുന്ന 2 ഘടകങ്ങളാണ് റോഡ്രിയുടെ സൈനിങ്ങും ഈ ആന്റണി ഗോർഡൻ്റെയും അതേപോലെ തന്നെ കരീം എഡിയമയുടെ ഒക്കെ സൈനിങ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുത്തുകൊണ്ടായിരിക്കും ഹാൻസി ഫ്ലിക്കൊക്കെ റോഡ്രിയെ കൺവിൻസ് ചെയ്തത്.
അപ്പം ഈ ഒരു പ്രോജക്റ്റ് ബാർസലോണ ഒക്കെ റോഡ്രിക്ക് പെർഫെക്റ്റ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പുള്ളിയുടെ തല തിരിഞ്ഞ് ബാർസയുടെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ബാർസയെ സൈൻ ചെയ്യാൻ റോഡ്രി തയ്യാറായത്. അപ്പം ബാർസയുടെ ഭാഗത്തുനിന്ന് ബാർസ ഇപ്പം റോഡ്രിയുടെ മുന്നിൽ ആ ഒരു കോൺട്രാക്ട് ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന. കോൺട്രാക്ട് ഓഫർ എന്ന് പറയപ്പെടുന്ന ഒരു ഫിഗർ ഏകദേശം 30 മില്യൺ യൂറോസ് പെർ ഇയർ ഗ്രോസ് സാലറി, അതായത് ടാക്സും കൂടെ കൂട്ടി 30 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലാണ് ബാർസ റോഡ്രിയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം വലിയ അല്ലെങ്കിൽ അത്രയ്ക്കും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ് ഒന്നും കറക്റ്റ് ഒരു ഫിഗർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാലറി എന്ന് പറയുന്നത് നമ്മൾ റയലിൽ എംബാപ്പയുടെ ഒരു സാലറിയുടെ അടുത്ത് വരുന്ന ഒരു സാലറിയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു സാലറിയാണ് എംബാപ്പെ റയലിൽ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാലറി ബാർസ ഓഫർ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ ബാർസ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. അവർ പറഞ്ഞു ഓൾറെഡി ഞങ്ങൾ റോഡ്രിയുമായിട്ട് ചർച്ചകൾ നടത്തി, കോൺട്രാക്ട് ഓഫർ മുന്നിൽ വെച്ച് റോഡ്രിയുടെ പ്രിഫറൻസ് ഞങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓഫർ മുന്നോട്ട് വെക്കും. ഇപ്പോൾ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് പറയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർസ ഏകദേശം ഒരു 60 മില്യൺ യൂറോസിൻ്റെ ഒക്കെ ഒരു ഡീലായിരിക്കും സിറ്റിയുടെ മുന്നിലേക്ക് വെച്ച് സിറ്റിയെ കൺവിൻസ് ചെയ്ത് റോഡ്രിയെ സൈൻ ചെയ്യാൻ ഓഫർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നു. റയലിൻ്റെ ഓഫർ എന്ന് പറയുന്നത് 50 മില്യൺ യൂറോസ് ആയിരുന്നു. അപ്പോൾ റയൽ വിചാരിച്ചത് ആരും വരത്തില്ല, അവർക്കൊരു കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാകത്തില്ല, അവർക്ക് സമയമെടുത്ത് ഈ ഒരു ഡീല് പുൾ ഓഫ് ചെയ്യാമെന്നായിരുന്നു റയലിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടാണ് ബാർസ ഈ ഒരു സംഭവം ചെയ്ത് റോഡ്രിയെ കൺവിൻസ് ചെയ്ത് റോഡ്രിയുടെ തല ഇങ്ങനെ തിരിച്ചത്. പിന്നെ റയലിൻ്റെ മുന്നിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റയൽ ഈ ഒരു വിനീഷ്യസിൻ്റെ ഡീലിൻ്റെ പുറകെ ഓടി നടക്കുകയായിരുന്നു. അതെങ്ങനെയും ഡീല് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണമായിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ യാൻ ഡയമണ്ട് ഡീല്, ഈ 2 ഡീല് അവർ പുൾ ഓഫ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് അവർക്ക് സമയമുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ സമയമെടുത്ത് മാഞ്ചസ്റ്റർ സിറ്റിയെ വെറുപ്പിച്ച് ഈ ഒരു 50 മില്യൺ യൂറോസിന് റോഡ്രിയെ സൈൻ ചെയ്യാമെന്നായിരുന്നു ഫ്ലോറന്റീനോ പെരസിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെ ഒക്കെ ഉദ്ദേശം. അത് ശരിക്കും നടന്നില്ല. പിന്നെ റയലിനെ സംബന്ധിച്ച് റയലിൻ്റെ ഭാഗത്തുനിന്ന് പല കൺസേണുകൾ പറയപ്പെടുന്നുണ്ട്. കാരണം ഇഞ്ചുറി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ റോഡ്രിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം റോഡ്രിക്ക് ഇല്ലാത്ത ഇഞ്ചുറികളൊന്നുമില്ല. റോഡ്രിക്ക് ACL ഇഞ്ചുറി ഉണ്ട്, റോഡ്രിക്ക് ഗ്രോയിൻ ഇഞ്ചുറി ഉണ്ട്, ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്, ഇപ്പം ലാസ്റ്റ് ബാക്ക് ഇഞ്ചുറി. അങ്ങനെ ഇഞ്ചുറികളുടെ ബഹളമാണ്. കഴിഞ്ഞ 2 സീസണുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 76 മത്സരങ്ങളാണ് റോഡ്രി മിസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തലേ സീസണിൽ ഏകദേശം 51 മത്സരങ്ങൾ, കഴിഞ്ഞ സീസണിൽ 25 മത്സരങ്ങൾ. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള സീസണുകളിൽ പുള്ളി മത്സരങ്ങൾ മിസ് ചെയ്യുന്നു. ഇഞ്ചുറികൾ, പല തരം ഇഞ്ചുറി. പുള്ളി ഒരു ഇഞ്ചുറിയുടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആണെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു അഭിപ്രായം റയലിനുള്ളിലുണ്ട്. പിന്നെ ആദ്യം തന്നെ ഫ്ലോറന്റീനോ പെരസിന് പല ഡൗട്ടുകൾ ഉണ്ടായിരുന്നു റയലിൻ്റെ കാര്യത്തിൽ. പക്ഷേ വേൾഡ് കപ്പ് കഴിഞ്ഞതോടെ ആ ഡൗട്ടുകളൊക്കെ മാറി. പിന്നെ പുള്ളിയെ പലരും കൺവിൻസ് ചെയ്തു, ബോർഡിലുള്ള പലരും, പിന്നെ ഹോസെ ആംഗൽ സാഞ്ചസ്, ഹോനി കലാഫാത്ത്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കൺവിൻസ് ചെയ്തു ഫ്ലോറന്റീനോ പെരസിനെ. അപ്പം അങ്ങനെയാണ് റയൽ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ അവർ വേണ്ട എഫേർട്ട് എടുത്തില്ല. അവർക്ക് മിഡ്ഫീൽഡിലും സെല്ല് നടത്തണമായിരുന്നു, പ്രത്യേകിച്ച് കമവിംഗയെ സെല്ല് ചെയ്യണമായിരുന്നു. കമവിംഗ ഇവിടുന്ന് പോകാൻ ആകാതെ നിൽക്കുന്നു. ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ റയലിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പം വിനീഷ്യസിൻ്റെയും ഈ ഒരു യാൻ ഡയമണ്ടയുടെ ഡീലിന് ശേഷം അവർ കമവിംഗയെ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ചോമേനിയെ സെല്ല് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയാണ്. പക്ഷേ അതിനുള്ള സമയം ബാർസ കൊടുത്തില്ല. അപ്പം ഈ ഒരു റോഡ്രി റയലിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കാണുന്ന റയൽ ഫാൻസിന് ശരിക്കും ദുഃഖം, ഫ്രസ്ട്രേഷൻ, ഇങ്ങനത്തെ പല ഫീലിങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പലരും ചിലപ്പം സ്വയം ആശ്വസിക്കാൻ പറഞ്ഞേക്കാം, പുള്ളി ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ്, പുള്ളിക്ക് 30 വയസ്സുണ്ട്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് റയലിന് ഈ ഒരു റോഡ്രിയെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് റയലിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്ത് വിധേനയും അവർ സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയർ ആയിരുന്നു റോഡ്രി. അവർ ടെമ്പോ കൺട്രോൾ എന്ന് പറഞ്ഞ് ഇനി മുന്നോട്ട് ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ മുന്നോട്ട് വരികയാണ് ഈ ഒരു റോഡ്രി കയ്യിൽ നിന്ന് പോകുമ്പോൾ. ശരിക്കും റയൽ ബെർണാഡോ സിൽവയെ സൈൻ ചെയ്ത ആ ഒരു സമയത്ത്, ആ ഒരു സ്ഥാനത്ത് റോഡ്രിയെ ആയിരുന്നു സൈൻ ചെയ്യേണ്ടത്. ബെർണാഡോ സിൽവ ബാർസയിലോട്ട് പോകട്ടെ എന്ന് വെക്കണമായിരുന്നു. ഇപ്പം ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പം വന്നതിൻ്റെ ബാക്കി എന്നതേ റയലിൻ്റെ മുന്നിലുള്ള ഒരു വഴി. പക്ഷേ ബാർസയെ സംബന്ധിച്ച് ബാർസ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ
ഹോർഗെ സലിനാസിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തും എന്ന് പറയപ്പെടുന്നു. 16 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് പുള്ളിക്കുള്ളത്. അപ്പോൾ അതിലും കുറച്ച് ഡീല് നേടിയെടുക്കാനാണ് ബാർസ ശ്രമിക്കുന്നത്. ഹോർഗെ സലിനസിനാണെങ്കിലും ബാർസയിലോട്ട് പോകാനാണ് താല്പര്യം. ഇതിൻ്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്താകും എന്ന് അറിയത്തില്ല. പക്ഷേ അതേസമയം തന്നെ റൈറ്റ് ബാക്കായിട്ട് ജാവോ ക്യാൻസലോയെ സൈൻ ചെയ്യാനുള്ള ആ ഒരു ശ്രമവും ബാർസ നടത്തുന്നുണ്ട്. അൽ ഹിലാലുമായിട്ട് ആ ഒരു ചർച്ച നടത്തുന്നുണ്ട്. 8 മുതൽ 10 മില്യൺ യൂറോസിൻ്റെ ഡീലിൽ ക്യാൻസലോയെ സൈൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഡെക്കോയും കൂട്ടരും. അതേപോലെ തന്നെ ഇനിയൊരു സെൻറ്റർ ബാക്കിനെയും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാർസയുടെ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല, റയലിനേക്കാളും ഒട്ടും മോശമല്ല. പ്രത്യേകിച്ച് റോഡ്രിയുടെ സൈനിങ് കൂടെ വരുമ്പോഴത്തേനും ഒട്ടും പുറകിലല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നമിനം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആണ്.